السلام عليكم ورحمة الله وبركاته. وعليكم السلام. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. അർഹമുറാഹിമായ അള്ളാഹു നമ്മെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. എല്ലാവിധ ഖൈറുകളും നമ്മിലേക്കും നമ്മെ ഖൈറിലേക്കും അള്ളാഹു അടുപ്പിക്കട്ടെ. ആമീൻ. ആമീൻ റബ്ബൽ ആലമീൻ. ആമീൻ. ഒരു പ്രതിസന്ധി ഘട്ടത്തെക്കുറിച്ചാണ് ഇന്നലെ നാം പറഞ്ഞു നിർത്തിയത്. മൂസാ നബി അലൈഹിസ്സലാം തൂരിസീന പർവ്വതത്തിലേക്ക് വേഗത്തിൽ പോവുകയും തൻ്റെ പിന്നിലുള്ള 70 ആളുകളോട് മെല്ലെ വരാൻ വേണ്ടി ആവശ്യപ്പെടുകയും അതിന് പിന്നിലായിട്ട് ബാക്കിയുള്ളവരോട് വരാൻ പറയുകയും ഇങ്ങനെ 3 ഘട്ടമായിട്ട് 3 ഭാഗമായിട്ട് തിരിച്ചിരിക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാം തൂരിസീനയിൽ എത്തിയപ്പോൾ അള്ളാഹു ചോദിച്ചു, എവിടെ പോയി നിന്റെ ബാക്കിയുള്ളവരൊക്കെ? അവരിതാ തൊട്ടടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞു. അള്ളാഹു പറഞ്ഞു, ഇല്ല, നീ പോന്നതിന് ശേഷം അവർക്കൊരു പരീക്ഷണഘട്ടം എത്തി, അതിലവർ പരാജയപ്പെട്ടിരിക്കുന്നു. അത് എങ്ങനെയെന്നും വിശദീകരിച്ചു. കൂട്ടത്തിലുണ്ടായിരുന്ന സാമിരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മൂസ, അയാൾ ലോഹപ്പണി അറിയുന്ന ആളായിരുന്നു. ലോഹം കൊണ്ട് വിവിധ വസ്തുക്കൾ നിർമ്മിക്കാൻ കഴിയുന്ന അയാൾ ആ ബനു ഇസ്രായേലുകളുടെ കൈവശമുണ്ടായിരുന്ന സ്വർണമൊക്കെ വാങ്ങിയിട്ട് അതുകൊണ്ടൊരു പശുക്കുട്ടിയെ ഉണ്ടാക്കുകയും ആ പശുക്കുട്ടിയിൽ അയാളുടെ കയ്യിലുള്ള അത്ഭുതകരമായൊരു മണ്ണ് നിക്ഷേപിക്കുകയും ചെയ്തു. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മൃഗത്തിന്റെ കാൽപ്പാടുകൾ പതിഞ്ഞ സ്ഥലത്തിനുണ്ടായ പ്രത്യേകത കണ്ട് അയാൾ മനസ്സിലാക്കിയതായിരുന്നു ഈ മണ്ണിനൊരു പ്രത്യേകതയുണ്ടെന്ന്. ആ മണ്ണ് എടുക്കുകയും അത് സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. അത് ഇതിന്റെ ഉള്ളിൽ നിക്ഷേപിച്ചപ്പോൾ ആ രൂപം ഒരു പശുക്കുട്ടിയെ പോലെയായി മാറി. പശു ജനിപ്പിച്ച കുട്ടിയല്ല, അതുകൊണ്ട് പശുക്കുട്ടി എന്ന് പറയണ്ട, പശുക്കുട്ടിയുടെ രൂപം പ്രാപിച്ചു. അതിൽ ആ ബനു ഇസ്രായേലികളൊക്കെ പെട്ടുപോയി. അതാണ് നാം തുടങ്ങി വെച്ചത്. അതിന്റെ ബാക്കി നമുക്ക് പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأخرج لهم عجلا جسدا له خوار فقالوا هذا إلهكم وإله موسى فنسي. فأخرج അങ്ങനെ ഈ സാമിരി പുറപ്പെടുവിച്ചു, ലഹും അവരിലേക്ക് പുറപ്പെടുവിച്ചു, ഇജലൻ ഒരു പശുക്കുട്ടിയെ പുറപ്പെടുവിച്ചു. പശുക്കുട്ടി എന്ന് പറഞ്ഞാൽ പശു ജനിപ്പിച്ച കുട്ടി എന്നല്ല, പശുക്കുട്ടിയുടെ ആകൃതിയൊക്കെയുള്ള ഒരു ജീവിയെ അവൻ ഉണ്ടാക്കി. അഥവാ ജസദന്റെ ഒരു ശരീരത്തെ. ആ ശരീരത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താ? ലഹു ഹുവാറുൻ, അതിന് ഒരു പ്രത്യേക ശബ്ദമുണ്ടായിരുന്നു. പശുക്കുട്ടി ശബ്ദിക്കുന്നത് പോലെ അതും ശബ്ദിച്ചു കൊണ്ടിരുന്നു. അപ്പൊ കാഴ്ചയിൽ അത് പശുക്കുട്ടിയുടെ വിശേഷണങ്ങളൊക്കെ അതിനുണ്ട്. അതിന്റെ ശബ്ദിക്കലും കരയിലുമൊക്കെ പശുവിൽ നിന്ന് ജനിച്ച ആ കുട്ടിയുടെ അതേപോലെ തന്നെയാണ്. ഫഖാലു, ഇത് കണ്ടപ്പോൾ ഈ സാമിരിയുടെ കെണിയിൽ ഈ കൂട്ടത്തിലെ ഒരുപാട് ആളുകൾ പെട്ടുപോയി. അവര് പറഞ്ഞു, ഹാദ, ഇതാണ് ഇലാഹുക്കും, നിങ്ങളുടെ ഇലാഹ്. വ ഇലാഹു മൂസ, മൂസയുടെ ഇലാഹും ആരാധ്യ വസ്തുവും ഇത് തന്നെയാകുന്നു. ഫനസിയ, മൂസ മറന്നതാകുന്നു. അങ്ങോട്ട് ചെല്ലാനല്ല, ഇലാഹ് ഇങ്ങോട്ട് വരാമെന്നായിരിക്കും പറഞ്ഞത്. അതറിയാതെ ഓർമ്മയില്ലാതെ മൂസ അങ്ങോട്ട് പോയതാണ്. നാം കാത്തിരിക്കുന്ന ആ ഇലാഹ് ഇതാകുന്നു എന്ന് സാമിരി പറഞ്ഞത് ഏറ്റുപിടിച്ചുകൊണ്ട് ആ ജനങ്ങളും പറഞ്ഞു. ചുരുക്കത്തിൽ അവരൊക്കെ വഴിപഴച്ചിരിക്കുന്നു. ധാരാളം ആളുകൾ ആ കെണിയിൽ പെട്ടിരിക്കുന്നു. അഫലാ യറൗന അല്ലാ യർജിഉ ഇലൈഹിം ഖൗലൻ വലാ യംലികു ലഹും ളർറൻ വലാ നഫ്ആ. ഒരു വസ്തു, ഒരു ഇലാഹ് ആകണമെങ്കിൽ അതിന് എന്തെല്ലാം കാര്യങ്ങൾ ഒത്തുകൂടേണ്ടതുണ്ട്. അതിൽ എന്തെങ്കിലും ഇതിനുണ്ടോ? എന്തെങ്കിലും ഗുണവിശേഷം? ഒന്ന് നോക്കൂ. അഫലാ യറൗന, ഇവർ കാണുന്നില്ലേ? അല്ലാ യർജിഉ ഇലൈഹിം, ഈ പശുക്കുട്ടി അവരിലേക്ക് മടക്കുന്നില്ല. ഖൗലൻ, ഒരു വാക്കിനെ പോലും. ഇലാഹാണെങ്കിൽ ആരാണോ ഇബാദത്ത് ചെയ്യുന്നത്, ആരാണോ ആരാധിക്കുന്നത്, അവർ ഇലാഹിനോട് പല പല കാര്യങ്ങളും ആവശ്യപ്പെടും, അതിന് ഉത്തരം നൽകുകയും ചെയ്യും. ഇത് ഉത്തരങ്ങൾ പോയിട്ട് ഒരൊറ്റ വാക്ക് പോലും ഈ പശുക്കുട്ടി നൽകുന്നില്ലല്ലോ. ഇതവർക്ക് മനസ്സിലാക്കിക്കൂടെ? ഇതവര് അറിയുന്നില്ലേ?
അഫലാ യറൗന, അവർ കാണുക എന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാക്കുന്നില്ലേ? അല്ലാ യർജിഉ, ആ പശുക്കുട്ടി മടക്കുന്നില്ല എന്ന് ഇലൈഹിം, ഇവരിലേക്ക് ഖൗലൻ, ഒരു വാക്കിനെ പോലും. എന്തെല്ലാം അങ്ങോട്ട് പറഞ്ഞു നോക്കുന്നുണ്ട്, എന്നിട്ട് ഒരു വാക്ക്, ഒരു അരവാക്ക് പോലും ഇങ്ങോട്ട് തിരിച്ചു പറയുന്നില്ലല്ലോ. ഇത് അവർക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ? ഒരു കാര്യം. മറ്റൊന്ന്, വലാ യംലികു ലഹും, ഈ പശുക്കുട്ടി അവർക്ക് ഉടമയാക്കുന്നില്ല ലറൻ, ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടിനെ, വലാ നഫ്അൻ, യാതൊരു ഉപകാരത്തെയും, എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാനോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഏൽപ്പിക്കാനോ ഈ പശുക്കുട്ടിക്ക് കഴിയുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ യാതൊന്നിനും കഴിയാത്ത ഈ പശുക്കുട്ടിക്കാണല്ലോ ഇവര് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊരു വിഡ്ഢിത്തമാണ് ഇവർ ചെയ്യുന്നത്. അതാണ് അഫലാ യറൗന. വലഖദ് ഖാല ലഹും ഹാറൂൻ മിൻ ഖബ്ലു യാ ഖൗമി ഇന്നമാ ഫുതിൻതും ബിഹി വഇന്ന റബ്ബകുമുർ റഹ്മാനു ഫത്തബിഊനി വഅതീഉ അംരി. എന്നാൽ ഇവരിങ്ങനെ പിഴക്കുന്ന സമയത്ത് അവരുടെ കൂട്ടത്തിൽ ഹാറൂൻ നബി ഉണ്ടല്ലോ. ഹാറൂൻ നബി ഇവരെ നിരന്തരം ഉപദേശവും നിർദ്ദേശവും നടത്തിക്കൊണ്ടിരുന്നു. ഈ തെറ്റിലേക്ക് പോകരുത് എന്ന നിലക്ക് അവരെ തടുത്തു നിർത്തി നോക്കി. വലഖദ് ഖാല ലഹും, തീർച്ചയായും അവരോട് പറഞ്ഞിരിക്കുന്നു. ഹാറൂൻ നബി പറഞ്ഞു. മിൻ ഖബ്ലു, മൂസാ നബി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല, അതിന്റെ മുമ്പായിട്ട് പറഞ്ഞു. യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഇന്നമാ ഫുതിൻതും ബിഹി, ഈ പശുക്കുട്ടി കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ഈമാനിനെ തൂക്കി നോക്കപ്പെടുന്ന സമയമാണിത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആരൊക്കെയാണ് പെട്ടുപോകുന്നത് എന്നും ആരൊക്കെയാണ് ഈമാനുള്ളവർ എന്നുമുള്ള പരീക്ഷണമാണ് ഇവിടെ നടക്കുന്നത്. ഇന്നമാ ഫുതിൻതും ബിഹി, ഇതുകൊണ്ട് നിങ്ങളെ പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വ ഇന്ന റബ്ബക്കും, തീർച്ചയായും നിങ്ങളുടെ നാഥൻ, അർ റഹ്മാനു, റഹ്മാനാകുന്നു, ഈ ലോകത്ത് എല്ലാവർക്കും ഗുണം ചെയ്യുന്നവനാകുന്നു. നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഈ പശുക്കിടാവ് എന്തെങ്കിലും ഒരു ഗുണം ചെയ്യാനോ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു കാര്യം നിറവേറ്റി തരാനോ കഴിവുള്ള വസ്തുവല്ല. അതുകൊണ്ട് ഒരിക്കലും ഇത് നിങ്ങളുടെ റബ്ബല്ല. നിങ്ങളുടെ റബ്ബ് അർ റഹ്മാനു, എല്ലാവരോടും എല്ലാ സമയത്തും ഗുണം ചെയ്യുന്നവനാകുന്നു ഈ ലോകത്ത്. അതുകൊണ്ട് ഫത്തബിഊനി, നിങ്ങൾ എന്നെ അനുഗമിക്കൂ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വഴിയിൽ നിങ്ങൾ തുടർന്നു വരൂ. എന്നാൽ നിങ്ങൾക്ക് പിഴക്കാത്ത വഴിയിൽ, അള്ളാഹു നിർദ്ദേശിച്ച വഴിയിൽ സഞ്ചരിക്കാൻ കഴിയും. വഅതീഉ അംരി, എന്റെ കൽപ്പനക്ക് നിങ്ങൾ വഴിപ്പെടുകയും ചെയ്യൂ. ഇത് മൂസാ നബി അവരോട് പറയുകയും അവരെ വളരെയേറെ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവരവസാനം പറഞ്ഞത്, ഞങ്ങൾക്ക് അതിന് സാധ്യമല്ല എന്നാണ്. നീ പറയുന്ന മാർഗത്തിലേക്ക് വരാൻ ഞങ്ങളില്ല എന്നാണ് അവർ പറഞ്ഞത്. قالوا لن نبرح عليه عاكفين حتى يرجع إلينا موسى. قالوا, അവർ പറഞ്ഞു, ഹാറൂൻ നബിയുടെ ഈ നിരന്തര ഉപദേശ നിർദ്ദേശം കേട്ടുകൊണ്ട് അവർ പറഞ്ഞത്, ലൻ നബ്രഹ അലൈഹി ആകിഫീന, ഞങ്ങൾ ഈ പശുക്കുട്ടിയുടെ മേൽ തന്നെ ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ പശുക്കുട്ടിക്ക് ഞങ്ങളിപ്പോൾ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങിയല്ലോ, ഞങ്ങൾ ഇതിൽ തന്നെ മുഴുകിക്കൊണ്ടിരിക്കും. ഹത്താ യർജിഅ ഇലൈന മൂസ, ഞങ്ങളിലേക്ക് മൂസ മടങ്ങി വരുന്നത് വരെ. ഏതാണെങ്കിലും മൂസ ഒരു വഴിക്ക് പോയിട്ടുണ്ടല്ലോ, അയാൾ മടങ്ങി എത്തുന്നത് വരെ ഞങ്ങൾ ഇതിൽ നിന്ന് ഇനി തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പശുക്കുട്ടിക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടേ ഞങ്ങൾ ഇരിക്കും. യഥാർത്ഥത്തിൽ അവര് ഇതിൽ നിന്ന് മടങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം ഹാറൂൻ നബിയുടെ ഉപദേശം എത്രമാത്രം ശക്തമാണെന്നാണ് മനസ്സിലാക്കാനുള്ളത്. വളരെയേറെ പറഞ്ഞു, പിന്നെയും പിന്നെയും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് തൽക്കാലം ഒരു വിട്ടൊഴിവിന് വേണ്ടി പറഞ്ഞതാണ്. ഒരു കാര്യം ചെയ്യാം, മൂസ അങ്ങോട്ട് വന്നോട്ടെ, അതുവരെ ഞങ്ങൾ ഇതിന് തന്നെ. യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് പിന്മാറാൻ അവർ ഉദ്ദേശിച്ചവരല്ല. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്. ഇങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുകയില്ല എന്നാകുന്നു. ഹത്താ യർജിഅ ഇലൈന മൂസ, മൂസ ഞങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് വരെ ഞങ്ങൾ ഈ പശുക്കുട്ടിക്കുള്ള ആരാധന തുടർന്നുകൊണ്ടേയിരിക്കുന്നു, അതിൽ നിന്ന് പിന്തിരിയാൻ ഞങ്ങൾ തയ്യാറില്ല. അങ്ങനെയാണ് മൂസാ നബി അലൈഹിസ്സലാം വന്നത്. വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞല്ലോ, വളരെയേറെ ദേഷ്യത്തോടു കൂടെയാണ് വന്നത്, കലി കയറിക്കൊണ്ടാണ് വന്നത്. കാരണം എന്തെല്ലാം അത്ഭുതങ്ങൾ കണ്ട ജനതയാണ് ഇവര്. ഫിർഔനിന്റെ കിരാതമായ മർദ്ദനങ്ങളിൽപ്പെട്ട് അവരിൽ നിന്ന് രക്ഷപ്പെട്ടു. അത്ഭുതങ്ങൾ പലതും കണ്ടു. ഇങ്ങനെ വിശ്വസിക്കാനും ഈ വിശ്വാസത്തിൽ തുടരാനുമുള്ള കാര്യകാരണങ്ങൾ ധാരാളം കണ്ട ഇവരാണല്ലോ
ഈ നൊടിയിട കൊണ്ട് പിഴച്ചത്. അത് കണ്ടപ്പോ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ദേഷ്യം കുറച്ചൊന്നുമല്ല, വളരെ വലിയ ദേഷ്യത്തോടു കൂടെയാണ് വന്നത്. അങ്ങനെ വന്നിട്ട് قال يا هارون ما منعك إذ رأيتهم ضلوا ألا تتبعني أفعصيت أمري. വന്ന ഉടനെ തന്നെ ഖാല മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ ഹാറൂനു, ഓ ഹാറൂനെ, മാ മനഅക, നിന്നെ തടഞ്ഞ കാര്യം എന്താകുന്നു, ഇത് റായിത്ത, നീ കണ്ടപ്പോൾ, ഹും അവരെ, ലല്ലു പിഴക്കുന്നതായിട്ട്, ഈ പശുക്കുട്ടിയെയും ഈ പശുക്കുട്ടിക്കുള്ള ആരാധനയെ നീ കണ്ടല്ലോ. ആ കണ്ടപ്പോൾ നിന്നെ തടഞ്ഞ കാര്യം എന്താകുന്നു, നിനക്ക് അവരിൽ നിന്ന് വേർപെട്ടിട്ട് എൻ്റെ വഴിയിലേക്ക് അങ്ങോട്ട് പോരാമായിരുന്നില്ലേ? അല്ലാ തത്തബിഅനി, എന്നോട് തുടരുന്നതിന് നിനക്ക് എന്ത് തടസ്സമാണ് ഉണ്ടായിരുന്നത്? ലാ സായിദയാണ്, തഫ്സീർ ജലാലൈനിൽ കാണാം. അല്ലാ തത്തബിഅനി എന്ന് പറഞ്ഞാൽ അൻ തത്തബിഅനി എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നെ തുടരുന്നതിന് നിനക്ക് എന്ത് തടസ്സമാണ് ഉണ്ടായത്? നീ എന്നെ തുടരേണ്ടവനായിരുന്നല്ലോ. എന്ത് നീ ഈ കുറ്റവാളികളുടെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടാൻ കാരണമെന്ന് മൂസാ നബി അലൈഹിസ്ലാം ഹാറൂൻ നബി അലൈഹിസ്ലാമിനോട് വളരെ ഗൗരവസ്വരത്തിൽ ചോദിച്ചു. അതല്ല, അഫ അസ്വൈത്ത അംരി, എന്റെ കൽപ്പനയ്ക്ക് നീയും എതിരായിട്ട് തിരിയുകയാണോ? ഇവരൊക്കെ തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിച്ചതുപോലെ നീയും ഈ തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കുകയാണോ? എന്റെ കൽപ്പനയ്ക്ക് നീയും വിരുദ്ധമായിട്ട് നീങ്ങുകയാണോ? മൂസാ നബി ഗൗരവസ്വരത്തിൽ ചോദിച്ചു. അന്നേരം قال يا ابن لا تأخذ بلحيتي ولا برأسي إني خشيت أن تقول فرقت بين بني إسرائيل ولم ترقب قولي. മൂസാ നബി അലൈഹിസ്സലാം വളരെയേറെ ദേഷ്യത്തോടു കൂടെ ഹാറൂൻ നബിയെ സമീപിക്കുകയും ഹാറൂൻ നബിയെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. ഒരു ഭാഗത്തേക്ക് താടിയും മറുഭാഗത്തേക്ക് തലയിലുള്ള മുടിയും പിടിച്ച് വലിച്ച് തന്റെ ദേഷ്യം പ്രകടിപ്പിച്ചു. അന്നേരം കാല ഹാറൂൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, യബ്ന ഉമ്മി, രണ്ട് ഖിറാഅത്തുണ്ട്. എൻ്റെ പ്രിയ സഹോദര, എൻ്റെ ഉമ്മയുടെ മകനാണല്ലോ നീ. ഉമ്മാക്ക് മക്കളോട് വളരെയേറെ സ്നേഹമാണ് ഉണ്ടാകുക. പിതാവിനേക്കാൾ സ്നേഹം ഉമ്മയിൽ നിന്നാണ് മക്കൾക്ക് കിട്ടാറുള്ളത്. ആ ഉമ്മയിലേക്ക് ചേർത്തുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ ഉമ്മയുടെ കുഞ്ഞു മകനെ, എൻ്റെ സഹോദരനല്ലേ നീ. ലാ തഅഖുദ്, നീ പിടിക്കല്ലേ, ബിൽ ലിഹ്യത്തി, എൻ്റെ താടിയെ, വലാ ബി റഅസി, എൻ്റെ തലയെയും. എൻ്റെ തലമുടിയും താടിമുടിയും പിടിച്ച് വലിക്കാണല്ലോ നീ ചെയ്യുന്നത്. എന്നെ ഒന്ന് വിടൂ. ഞാൻ ഇതിലൊരിക്കലും കുറ്റവാളിയല്ല, നിരപരാധിയാണ്. ഞാൻ പിന്നെ ഇവരെ ഒഴിവാക്കിയിട്ട് നിന്റെ ഒപ്പം വരാതിരിക്കാനൊരു കാരണമുണ്ട്. അത് ഇതാണ്, ഇന്നി ഖശീതു, തീർച്ചയായും ഞാൻ ഭയപ്പെട്ടു, അൻ തഖൂല, നീ പറയലിനെ, ഫർറഖ്ത ബൈന ബനി ഇസ്രായില, ബനു ഇസ്രായേൽ ഇടക്ക് നീ പിളർപ്പുണ്ടാക്കിയല്ലേ, എന്നിട്ട് ഒരു കൂട്ടരെ അവഗണിച്ചുകൊണ്ട് നീ മുന്നിൽ പോന്നു, അങ്ങനെ രണ്ടാക്കി തിരിച്ചു, ഗ്രൂപ്പിസം ഉണ്ടാക്കിയല്ലേ എന്ന് നീ പറയുമെന്ന് പേടിച്ചത് കൊണ്ടാണ് ഞാൻ അത് ഉണ്ടാക്കാതെ ഇവിടെ കഴിഞ്ഞുകൂടിയത്. വലം തെർക്കുബ് കൗലി, നീ വന്നിട്ടാണെങ്കിലോ എൻ്റെ വാക്ക് കേൾക്കാനൊന്നും തയ്യാറായില്ല. വന്ന ഉടനെ തന്നെ എന്നിലേക്ക് ചാടി വീഴുകയാണ് ചെയ്തത്. അതുകൊണ്ട് എൻ്റെ തലമുടിയും എൻ്റെ താടിയും നീ വിട്ടുകൊണ്ട് സംസാരിക്കൂ എന്ന് വളരെ വിനയ സ്വരത്തിൽ ഹാറൂൻ നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു. അപ്പോൾ ഹാറൂൻ നബിയെ ഒഴിവാക്കി. എന്നിട്ടോ ഖാല ഫമാ ഖത്ബുക യാ സാമിരി ഖാല ബസർതു ബിമാ ലം യബ്സറൂ ബിഹി ഫഖബൽതു ഖബ്ലതൻ മിൻ നസരി الرسول ഫനബൽതുഹാ വകദാലിക സവ്വലത് ലീ നഫ്സി. ഹാറൂൻ നബിയെ വിട്ട മൂസാ നബി അലൈഹിസ്സലാം നേരെ സാമിരിയെ സമീപിച്ചു. എന്നിട്ട് അയാളെ ചോദ്യം ചെയ്തു. ഖാല, മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഫമാ ഖത്ബുക, നിനക്ക് എന്ത് പറയാനുണ്ട്, എന്താണ് നിന്റെ കാര്യം? യാ സാമിരിയു, ഓ സാമിരിയെ, നീ ചെയ്ത കാര്യമാണല്ലോ ഇവിടുത്തെ സർവ്വ കുഴപ്പങ്ങളുടെയും കാരണം. എന്താണ് നിനക്ക് പറയാനുള്ളത്? നിന്റെ വിശദീകരണം ഞാൻ ആവശ്യപ്പെടുന്നു. ഖാല, സാമിരി പറഞ്ഞു, ബസുർത്തു, ഞാൻ കണ്ടു, ബിമാലൻ യബ്സുറൂ ബിഹി, ഇവർ കാണാത്ത കാര്യത്തെ, ഇവർ കാണാത്ത ചിലത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്താണത്? അത് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്ന സമയത്ത് തൻ്റെ മൃഗത്തിന്റെ കാല് തട്ടുന്നിടത്തു നിന്ന് മണ്ണിങ്ങനെ തുള്ളിച്ചാടുന്നത് ഞാൻ കണ്ടപ്പോൾ അത് എനിക്കൊരു കൗതുകമായി തോന്നി.
അതനുസരിച്ച് ഇപ്പൊ കബൽത്തു കബുലത്തൻ, ഞാനൊരു പിടിയെടുത്തു, മിൻ അസരി റസൂലി, ആ ദൂതന്റെ കുതിരയുടെ കുളമ്പിൽ തട്ടിയതായ മണ്ണിൽ നിന്ന്. ആ മണ്ണിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് സൂക്ഷിച്ചിരുന്നു. എന്നിട്ടോ നബൽ തുഹ, ഞാൻ ഉണ്ടാക്കിയ ഈ പശുക്കുട്ടി രൂപത്തിൽ ഞാൻ അതിനെ ഇടുകയും ചെയ്തു. അങ്ങനെ ഇട്ടപ്പോൾ അതിന് ജീവന്റെ ചില ലക്ഷണങ്ങളൊക്കെ വന്നു, അത് ചില ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കാൻ തുടങ്ങി. കദാലിക്ക, ഈ പറഞ്ഞ രൂപത്തിൽ സവ്വലത്ലി നഫ്സി, എൻ്റെ മനസ്സ് എനിക്ക് ഭംഗിയാക്കി തോന്നിച്ചു, ഇത് ചെയ്യാൻ എൻ്റെ മനസ്സെന്നെ പ്രേരിപ്പിച്ചു. അതനുസരിച്ച് ഞാൻ ഇതൊക്കെ ചെയ്തു, ഇതങ്ങനെ രൂപപ്പെടുകയും ചെയ്തു. അങ്ങനെ രൂപപ്പെട്ടപ്പോൾ ഞാൻ ഈ ജനങ്ങളോട് പറഞ്ഞു, ഇതാ ഈ ഇലാഹിനെ തേടിക്കൊണ്ടാണ് മൂസ പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഇങ്ങോട്ട് വരുന്നത് മൂസ അറിയാതെയാണ് അങ്ങോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ ഇബാദത്ത് ചെയ്തു എന്ന് പറഞ്ഞത് ഞാൻ തന്നെയാകുന്നു. ഇവൻ പറഞ്ഞു, കദാലിക സവ്വലത്തിന് നഫ്സി, ഇതിനെ ഉണ്ടാക്കാനും ആ ഉണ്ടാക്കിയ ഈ പശുക്കുട്ടിക്ക് ഇബാദത്ത് ചെയ്യാൻ ഇവരോട് പറയാനും എൻ്റെ നഫ്സ്, എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഇതൊക്കെ ഉണ്ടായി എന്ന് സാമിരി ഉള്ളതുപോലെ തന്നെ വിശദീകരിച്ചു. ഉടനെ മൂസാ നബി അലൈഹിസ്സലാം അവനെതിരിൽ ഒരു ശാപപ്രാർത്ഥന നടത്തുകയും അവനെ ആട്ടിയോടിക്കുകയും ചെയ്തു. قال فاذهب فإن لك في الحياة أن تقول لا مساس وإن لك موعدا لن تخلفه وانظر إلى إلهك الذي ظلت عليه عاكفا لنحرقنه ثم لننسفنه في اليم نسفا. ഖാല, മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്ത് പറഞ്ഞു? ഫദ്ഹബ്, നീ പോകൂ, ഞങ്ങളുടെ ഇടയിൽ ഇനി നിന്നെ കണ്ടുപോകരുത്, നീ ഇവിടെ നിന്ന് ഉടനെ പോകൂ, ഞങ്ങളുടെ ഇടയിൽ താമസിക്കാൻ പറ്റിയവനല്ല നീ, തൗഹീദും ശിർക്കും തമ്മിൽ ഒരിക്കലും യോജിക്കുകയില്ല, പുറപ്പെടൂ പറഞ്ഞു. എന്ന് മാത്രമല്ല, ഇന്നലക്ക, ഇനി നിനക്കുണ്ട്, ഫിൽ ഹയാത്തി, നിന്റെ ശിഷ്ടകാലത്ത്, നിന്റെ ജീവിതത്തിൽ നിന്ന് ബാക്കിയുള്ള കാലത്ത് നിനക്കുള്ളത്, അൻ തഖൂല, നീ വിളിച്ചു പറയലാകുന്നു. നീ കാണുന്നവരോടൊക്കെ വിളിച്ചു പറയണം, എന്ത്? ലാ മിസാസ്, ലാ മിസാസ് എന്ന് ഉറക്കെ പറയണം. എന്നെ ആരും തുടരുത് കേട്ടോ, എൻ്റെ അടുത്തേക്ക് ആരും വരരുത്, അപകടമാണ് എന്ന് വിളിച്ചു പറയണം നീ. അയാളുടെ ജീവിതകാലം അവസാനിക്കുന്നത് വരെ ആരെ കണ്ടാലും ഇയാൾ ഉറക്കെ വിളിച്ചു പറയും ലാ മിസാസ്. അതിന് കാരണം, ഇയാളുടെ ശരീരം മറ്റാരുടെയെങ്കിലും ശരീരത്തിൽ തൊടുകയോ മറ്റാരുടെയെങ്കിലും ശരീരം ഇയാളിൽ മുട്ടുകയോ ചെയ്താൽ ഉടനെ രണ്ടുപേരും അതിശക്തമായ പനിയുള്ളവരായിത്തീരും. അതുകൊണ്ട് ഇയാൾ ഒരാളെ അകലെ നിന്ന് കാണുമ്പോഴേക്ക് വിളിച്ചു പറയും ലാ മിസാസ്, തൊട്ടുപോകരുത് കേട്ടോ. ഇയാളുടെ ജീവിതാന്ത്യം വരെ ഇത് തുടർന്നിരുന്നു. ഇന്നലക്ക, തീർച്ചയായും നിനക്കുണ്ട്, മൗഇദൻ, ഒരു മൗഇദുണ്ട്, ഒരു കൃത്യസമയമുണ്ട്, ഒരു നിശ്ചിത സമയമുണ്ട്. ഈ ലാമിസാസ് എന്ന ഈ വിളിച്ചു പറയലും നിന്നെ തൊട്ടാലുള്ള ഈ പനിയുമുണ്ടല്ലോ, ഇതുകൊണ്ട് നിന്റെ ശിക്ഷ അവസാനിച്ചു എന്ന് നീ മനസ്സിലാക്കരുത്. നിന്നെ ശിക്ഷിക്കാനുള്ള ഒരു സമയം വരുന്നുണ്ട്. ഇന്നലക്ക, തീർച്ചയായും നിനക്കുണ്ട്, മൗഇദൻ, ഒരു നിശ്ചിത സമയമുണ്ട് നിന്റെ അദാബിന്. ലൻ തുഖ്ലഫ, നിനക്ക് ലംഘിക്കപ്പെടുകയില്ല, ഹു, അതിനെ, ആ കൃത്യസമയത്ത് അത് നടക്കുക തന്നെ ചെയ്യും. ലൻ തുഖ്ലഫ, നിനക്ക് ലംഘിക്കപ്പെടുകയില്ല, ഹു, അതിനെ. അപ്പൊ അത് അതിന്റെ കൃത്യസമയത്ത് തന്നെ നടക്കും. ഇനി നിന്നോട് പറയട്ടെ, എല്ലാവരും നോക്കിക്കൊള്ളൂ, വല്ലൂർ, നീ നോക്കൂ, ഇലാഹിക്ക, നിന്റെ ഇലാഹായിരുന്നല്ലോ ഈ പശുക്കുട്ടി, അതിലേക്ക് നോക്കൂ, ഞാൻ അതിനെ കൊണ്ട് ചെയ്യുന്നത് നീ നിന്ന് കണ്ടോ, അല്ലാതെ നിനക്കൊന്നിനും കഴിയില്ല. നിന്റെ ഇലാഹാണെങ്കിൽ അതിന് വല്ലതും കഴിയുന്നുണ്ടോ എന്ന് നോക്ക്. അല്ലദീ ലൽത അലൈഹി ആകിഫ, നീ അതിന്റെ മേൽ ഇബാദത്ത് നിർവഹിക്കുന്നവനായിക്കൊണ്ടേയിരുന്നു, നിന്റെ നേതൃത്വത്തിൽ ബാക്കിയുള്ളവരും. അങ്ങനെയുള്ള പശുക്കുട്ടിയിലേക്ക് നീ നോക്കിക്കോ, നിന്റെ ഇലാഹിലേക്ക്. ലനുഹരിക്കന്നഹു, തീർച്ചയായും ഞാൻ അതിനെ കരിക്കാൻ പോകുന്നു, അതിനെ കരിച്ച് വെണ്ണൂറാക്കാൻ പോകുന്നു. സുമ്മല നൻസിഫന്നഹു, പിന്നെ തീർച്ചയായും ഞാനതിനെ വിതറും, ഫിൽ യമ്മി, വെള്ളത്തിൽ, നെസ്ഫൻ, ഒരു വിതറൽ വിതറും. ഒരു നിലക്കും അതിൻ്റെ ഒരു അല്പം പോലും കിട്ടാത്ത രൂപത്തിൽ വെള്ളത്തിൽ ആകെ കലക്കി കളയാൻ തീരുമാനിച്ചിരിക്കുന്നു. അതനുസരിച്ച് മൂസാ നബി അലൈഹിസ്സലാം അതിനെ തീയിലിട്ട് കരിക്കുകയും അതിന്റെ വെണ്ണൂറ് വെള്ളത്തിൽ കലക്കുകയും ചെയ്തു. ഒരവശിഷ്ടം പോലും ആർക്കും നൽകിയില്ല. ഇതാണോ ഇലാഹ്? ഇതൊരിക്കലും ഇലാഹല്ല. ഇലാഹാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയണ്ടേ? ഇത് കിട്ടുന്നതൊക്കെ വാങ്ങിവെക്കാൻ മാത്രമേ ഇതിന് കഴിയുന്നുള്ളൂ. എല്ലാവർക്കും ബോധ്യപ്പെട്ടു.
നാം ഈ അകപ്പെട്ടത് തീർച്ചയായും തെറ്റായിരുന്നു, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ശിർക്കാണ് ചെയ്തത് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. എല്ലാവരെയും മൂസാ നബി അലൈഹി സ്വലാം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കലും ഈ പശുക്കുട്ടിയോ അതുപോലുള്ളതോ ആരാധിക്കപ്പെടുന്നവനാകാൻ ഒരു സാധ്യതയുമില്ല, ഒരിക്കലുമില്ല പഠിപ്പിച്ചു. ഇന്നമാ ഇലാഹുകുമുല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു വസിഅ കുല്ല ശൈഇൻ ഇൽമാ. ഇന്നമാ ഇലാഹുക്കും, തീർച്ചയായും നിങ്ങളുടെ ഇലാഹ് അള്ളാഹു, അള്ളാഹു മാത്രമാകുന്നു. ഇന്നമ എന്ന് പറഞ്ഞാൽ മാത്രം എന്നർത്ഥം. നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നവൻ അള്ളാഹു മാത്രമാകുന്നു, മറ്റാരും തന്നെയല്ല. അല്ലദി, അവനോ, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഇബാദത്തിന് അർഹനായി ആരുമില്ല. ഇബാദത്തിന്റെ അർഹതക്ക് വേണ്ടത് എല്ലാവിധ പരിപൂർണതകളെയും ഒരുമിച്ച് കൂട്ടിയവനാകണം. അള്ളാഹു എല്ലാ പരിപൂർണതകളെയും ഒരുമിച്ച് കൂട്ടിയവനാകുന്നു. യാതൊരുവിധ കുറവുകളും അവനില്ല. എല്ലാം അവനിലേക്ക് ആശ്രയിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹുവിലേക്ക് എല്ലാ വസ്തുക്കളും എല്ലാ സമയത്തും ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ ഒന്നിലേക്കും ആവശ്യമില്ലാത്ത നിരാശ്രയനായിരിക്കണം. ഇതൊക്കെ ഒത്തിണങ്ങിയവൻ അള്ളാഹു മാത്രമാകുന്നു. അതുകൊണ്ട് ഇന്നമാ ഇലാഹുക്കും, നിങ്ങളാൽ ആരാധിക്കപ്പെടുന്നവൻ അള്ളാഹു, അള്ളാഹു മാത്രമാകുന്നു. അല്ലാത്ത ഒന്നിനും ഒരു കാലത്തും ആരും തന്നെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അവനോ, അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഇബാദത്തിന് അർഹനായിട്ട് ആരും തന്നെ ഇല്ല. വസിഅ കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കളെക്കാളും അവൻ വിശാലനായിരിക്കുന്നു. ഇൽമൻ, ഇൽമിനാൽ. ലോകത്ത് ചെറുതും വലുതും വലുതും ചെറുതുമായിട്ട് എന്തെല്ലാം എത്രയെല്ലാം കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് അവനാകുന്നു. അതിനെക്കുറിച്ചെല്ലാം എല്ലാ വിവരവും അള്ളാഹുവിന് എല്ലാ സമയത്തുമുണ്ട്. ഒരു വസ്തുവിനെ കുറിച്ചും അവൻ അറിയാത്തതായിട്ടില്ല. ഒരു വസ്തുവിന്റെ ഒരു കാര്യവും അവന്റെ അറിവിൽ നിന്ന് പുറത്തു പോകുന്നുമില്ല. വസ്യ, അവൻ വിശാലനായിരിക്കുന്നു. കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കളെക്കാളും എല്ലാ വസ്തുക്കളിലും. ഇൽമൻ, അറിവിനാൽ. അവന്റെ അറിവില്ലാത്ത യാതൊന്നും തന്നെ ലോകത്ത് ആകാശത്തോ ഭൂമിയിലോ കാട്ടിലോ മേട്ടിലോ എവിടെയും നടക്കുന്നില്ല. എല്ലാം അവന്റെ നിയന്ത്രണത്തിലും അവന്റെ അറിവിലുമാകുന്നു. അതുകൊണ്ട് അവൻ മാത്രമാകുന്നു ഇബാദത്തിന് അർഹനായിട്ടുള്ളത്. ആരെങ്കിലും ഇതുപോലുള്ള ചെപ്പിടി വിദ്യ നടത്തിക്കൊണ്ട് പ്രതിമകൾ നിർമ്മിച്ചാൽ, അത്തരം കാര്യങ്ങൾ ചെയ്താൽ അതിനൊന്നും ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന തത്വം മൂസാ നബി അലൈഹിസ്സലാം അന്ന് പഠിപ്പിച്ചു. അർഹമുർ റാഹിമായ അള്ളാഹു വിശ്വാസത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള കോട്ടം പറ്റുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുകയും യഥാർത്ഥ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്ത് ആ മുഅ്മിനുകളായ മുത്തഖീങ്ങളായ ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്വർഗലോകത്തിൽ ഒരുമിച്ച് കൂടാനും സന്തോഷിക്കാനും നമുക്ക് നമ്മോട് ബന്ധപ്പെട്ടവർക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.